അങ്ങനെ മറ്റൊരു പെസഹായും കൂടെ കഴിഞ്ഞു. രാവിലെ മുതലുള്ള ഒരുക്കങ്ങൾക്കും തയ്യാറെടുപ്പുകളും എല്ലാം വൈകുന്നേരത്തെ അപ്പം മുറിക്കലോടുകൂടി അവസാനിച്ചിരിക്കുന്നു. അങ്ങനെ നല്ലൊരു പെസഹായും കൂടെ ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ കഴിഞ്ഞു പോയല്ലേ. നമ്മൾ പെസഹാപ്പമൊക്കെ ഉണ്ടാക്കിയിട്ട് പള്ളിയിൽ പോയായിരുന്നേ. രാവിലത്തെ കുർബാനയ്ക്ക് പോയില്ല, വൈകുന്നേരമാണ് കുർബാനയ്ക്ക് പോയത്. മുത്തപ്പനും വന്നിട്ടുണ്ടായിരുന്നേ. മുത്തപ്പനെയും കൂട്ടി പള്ളിയിലൊക്കെ പോയി കഴിഞ്ഞ് വീട്ടിൽ വന്ന് പ്രാർത്ഥിച്ച് ബൈബിളും ഒക്കെ വായിച്ച് പെസഹാപ്പം മുറിച്ചു. പെസഹാപ്പം മുറിക്കുന്നത് നമ്മുടെ വീട്ടിലെ മുതിർന്ന പൗരന്മാരാണ്, എന്ന് വെച്ചാൽ ഗൃഹനാഥന്മാർ. അങ്ങനെ നമ്മുടെ വീടിൻ്റെ ഗൃഹനാഥൻ ജസ്റ്റ് പെസഹാപ്പമൊക്കെ മുറിച്ച് ഞങ്ങളെല്ലാവർക്കും ഓരോരുത്തർക്കും പെസഹാപ്പവും പാലും ഒക്കെ തന്നേ. ഈ പെസഹ എന്തിനാ ആചരിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഈശോ കുരിശുമരണത്തിൻ്റെ തലേദിവസം തൻ്റെ 12 ശിഷ്യന്മാരും ഒത്ത് അവസാനം കഴിച്ച അന്ത്യാത്താഴത്തിൻ്റെ ഓർമ്മ പുതുക്കാൻ വേണ്ടിയിട്ടാണ് ക്രിസ്ത്യൻസ് പെസഹ ആചരിക്കുന്നത് കേട്ടോ. പെസഹാപ്പത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാളാണ് പെസഹ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ പെസഹായ്ക്ക് ഉണ്ടാക്കുന്ന അപ്പം നമ്മൾ പുളിപ്പിക്കത്തില്ലേ. പിന്നെ ഓരോ സ്ഥലത്തും അപ്പം ഓരോരോ രീതിയിലാണ് ഉണ്ടാക്കുന്നത്. ചിലർ ചുട്ടെടുക്കും, ചിലരിങ്ങനെ പാത്രത്തിൽ കോരി ഒഴിച്ചുണ്ടാക്കും, ചിലർ നമ്മളെപ്പോലെ കൈകൊണ്ട് പരത്തി ഇലയിലുണ്ടാക്കും. അങ്ങനെ നമ്മുടെ വീട്ടിൽ എല്ലാ വർഷവും ഞാൻ പെസഹാപ്പം ഉണ്ടാക്കാറുണ്ട് കേട്ടോ. പിന്നെ ആരെങ്കിലുമൊക്കെ മരിച്ചാൽ നമുക്ക് ഉണ്ടാക്കത്തില്ല. ഞാൻ കല്യാണത്തിന് മുമ്പ് ജസ്റ്റ് എന്നോട് പറഞ്ഞ 2 കാര്യങ്ങളിൽ ഒരു കാര്യമായിരുന്നു കേട്ടോ, പെസഹാപ്പം ഉണ്ടാക്കാൻ പഠിക്കണമെന്നേ. അതുകൊണ്ട് തന്നെ കല്യാണം കഴിഞ്ഞപ്പോൾ തൊട്ട് എല്ലാ പ്രാവശ്യവും ഞാൻ പെസഹാപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ പെസഹാപ്പം നമുക്ക് വർഷത്തിൽ ഒരിക്കൽ മാത്രം ഉണ്ടാക്കുന്നതുകൊണ്ടാന്ന് തോന്നുന്നു അതിന് വല്ലാത്തൊരു ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ ഓശാന ഞായറാഴ്ച കിട്ടുന്ന ഓലയില്ലേ, അത് മുറിച്ച് അത് വെച്ചുണ്ടാക്കുന്ന അപ്പം കുരിശപ്പവും, ബാക്കിയുള്ള അപ്പത്തിന് ഇൻട്രിയപ്പം എന്നാണ് പറയുന്നത്. നമ്മൾ കുരിശപ്പം ഒരെണ്ണേ ഉണ്ടാക്കുള്ളേ, ഇൻട്രിയപ്പം ഒത്തിരി ഉണ്ടാക്കും. എന്നിട്ടത് പാലിനകത്ത് മുക്കി കഴിക്കും. അതാണ് പെസഹാപ്പവും പാലും. ഇപ്പൊ പെസഹാപ്പത്തെ കുറിച്ച് ഒരു ഐഡിയ ഒക്കെ കിട്ടിയില്ലേ? അപ്പൊ ശരി, എന്നാ പോയേച്ചും വരാം.